സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന തർക്കത്തിൽ കുറ്റക്കാരായ വൈദികർക്കെതിരായ നടപടി തടയാൻ ഉന്നതതല ഇടപെടലുകൾ നടക്കുന്നതായി സൂചന. ഇരുവിഭാഗം വൈദികരും വിശ്വാസികളും തമ്മിൽ കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സസ്പെൻഡ് ചെയ്ത 11 വൈദികർക്കെതിരെയും അരമന കയ്യേറി സമരം നടത്തിയ 21 വൈദികർക്കെതിരെയുമുള്ള തുടർ ശിക്ഷാ നടപടികൾ തടയുവാൻ ഉന്നത ഇടപെടലുകൾ നടക്കുന്നതായുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ആ ഉറപ്പിന്റെ ബലത്തിലാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ട വൈദികർ ഇപ്പോഴും സഭയെ ധിക്കരിച്ച് മുന്നോട്ട് പോകുന്നതെന്നാണ് ആർച്ച് ബിഷപ്പിന്റെ അടുപ്പക്കാരനായ ഒരു സീനിയർ വൈദികനിൽ നിന്ന് ഞങ്ങൾക്കറിയുവാൻ സാധിച്ചത്. കേരളത്തിലെ മറ്റു സഭകളിലെ ഉന്നത ഇടപെടൽ മുതൽ വത്തിക്കാൻ പൗരസ്ത്യ കാര്യാലയത്തിൽ വരെ സമ്മർദ്ദം ചെലുത്തിയാണ് തുടർ നടപടികൾ നിർത്തിവെപ്പിച്ചിരിക്കുന്നത്. സഭാ നേതൃത്വത്തിലുള്ള ചില പ്രമുഖരും കൂടി ചേർന്നാണ് ഈ നീക്കങ്ങൾ നടത്തിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതോടെ സഭ രൂപീകരിച്ച ട്രിബ്യൂണൽ വെറും നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽപ്പെട്ട പ്രസാദഗിരി പള്ളിയിൽ ബലിവേദിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന തോട്ടുപുറം അച്ഛനെതിരായ ആക്രമണത്തിന് നേതൃത്വം നൽകിയ ജെറിൻ അച്ഛനെ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്ത് രക്ഷപ്പെടുത്തുകയായിരുന്നു. ഇതിൽ നിന്നെല്ലാം വിശ്വാസികൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? മെത്രാൻ സമിതി തീരുമാനമെടുത്ത കുർബാന കാര്യം നടത്താൻ പ്രാപ്തിയില്ല എങ്കിൽ അത് വിശ്വാസികളോട് തുറന്നു പറയണം. സഭയോടൊപ്പം നിൽക്കുന്ന വൈദികരെയും വിശ്വാസികളെയും തെരുവിലിട്ടിട്ട് അപമാനിക്കാൻ കൊടുക്കുന്നത് നിർത്താൻ ഇനിയെങ്കിലും സഭാ നേതൃത്വം തയ്യാറാകണം. അല്ലാതെ സഭയെ നേരിട്ട് വെല്ലുവിളിക്കുന്ന വൈദികർക്ക് രഹസ്യ സംരക്ഷണം നൽകി എത്ര നാൾ സഭയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയും? എറണാകുളത്തെ വിമതരുടെ ഭീഷണിയിൽ മുട്ടിടിക്കാത്ത ഏതെങ്കിലും മെത്രാന്മാരുണ്ടോ എന്ന ചോദ്യമാണിപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. അത് മെത്രാന്മാരുടെ ധാർമ്മികതയും സന്മാർഗികതയും ചോദ്യം ചെയ്യുന്ന സ്ഥിതിയിലാണിപ്പോൾ എത്തി നിൽക്കുന്നത്. ഇനിയും സഭയുടെ അടിസ്ഥാനമായ കുർബാന എന്ന കൂദാശയെ വെച്ച് വിലപേശുന്നത് അവസാനിപ്പിക്കാൻ മെത്രാന്മാർ ആരെങ്കിലും തയ്യാറാകണം. അല്ലാത്ത പക്ഷം ഇപ്പോഴത്തെ താൽക്കാലിക ഉപചാപക നേട്ടങ്ങൾക്കപ്പുറം വലിയ വിലയാകും സഭ നൽകേണ്ടി വരിക. മാർപ്പാപ്പയെയും തിരുസഭയെയും സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പിനെയും സിനഡ് മെത്രാന്മാരെയും അനുസരിച്ച് ഏകീകൃതവും നിയമാനുസൃതവുമായ പരിശുദ്ധ ബലിയർപ്പിക്കുന്ന കാലം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അടുത്തെങ്ങാനും ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് വിശ്വാസികളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്.